കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഓരോ കാര്യങ്ങൾ എത്തുന്നതും കോടതിയുടെ വിമർശനമെല്ലാം നമ്മൾ ഒരു സമയത്ത് കേട്ടതാണ്. പക്ഷേ ഇതിൽ CBI എങ്ങനെയാണ് നീങ്ങുന്നത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. കാരണം കോടികളുടെ കശുവണ്ടി അഴിമതി കേസിൽ ചെറുവിരൽ പോലും CBI അനക്കുന്നില്ല. പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചതിൽ 5 വർഷമായിട്ടും CBI തുടർ നടപടി എടുത്തിട്ടില്ല. ഇതിനോടൊപ്പം തന്നെ ഈ കേസിലെ പരാതിക്കാരൻ നൽകിയ കോടതിയലക്ഷ്യ കേസിൽ എതിർ സത്യവാങ്മൂലം നൽകാൻ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ 2 ദിവസത്തെ സാവകാശം തേടിയിട്ടുണ്ട്. പ്രതികൾക്ക് വിചിത്രമായ രാഷ്ട്രീയ പിന്തുണ കിട്ടുന്ന കശുവണ്ടി അഴിമതി കേസിൽ CBIയും കേന്ദ്ര സർക്കാർ ഏജൻസിയും ഒളിച്ചുകളി നടത്തുകയാണ്. CBI ആണ് കേസ് അന്വേഷിച്ച INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനും കശുവണ്ടി വികസന കോർപ്പറേഷന്റെ മുൻ MD-യായ K രതീഷിനുമെതിരെ കുറ്റപത്രം തയ്യാറാക്കിയത്. ഈ 2 പ്രതികളെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ സംസ്ഥാന സർക്കാരിനോട് അനുമതി തേടി അവർ ആ അനുമതി നിഷേധിച്ചു. പക്ഷേ കഴിഞ്ഞ 5 വർഷമായി CBI ഇതിൽ ചെറുവിരൽ അനക്കിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണ ഏജൻസിയാണ് അവരുടെ അന്വേഷണത്തിന്റെ തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആദ്യ നടപടിയെടുക്കേണ്ടത്. പക്ഷേ CBI ഇക്കാര്യത്തിൽ ഒരു നടപടിയും എടുക്കാതെ കാഴ്ചക്കാരായി നിൽക്കുകയാണ്. CBIയുടെ അനുമതി നിഷേധിച്ചതിനെതിരെ ഈ കേസിലെ പരാതിക്കാരനായ കോൺഗ്രസ് നേതാവ് കടകംപള്ളി മനോജാണ് കഴിഞ്ഞ 5 വർഷമായി സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും അടക്കം നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇതിൽ CBI അനങ്ങുന്നില്ല എന്നതാണ് ചോദ്യം. ഇവിടെ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കുന്ന കാര്യത്തിൽ INTUC നേതാവ് R ചന്ദ്രശേഖരൻ ഈ സർക്കാരിലുള്ള വലിയ സ്വാധീനമാണ് അതിലേക്ക് നയിക്കുന്നതെന്നത് വിമർശനമുണ്ട്. ആ വിമർശനം നിലനിൽക്കെ തന്നെയാണ് ഹൈക്കോടതി ഈ ഇടതു സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സർക്കാരായി മാറിയിരിക്കുന്നു എന്നതടക്കമുള്ള കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഇന്ന് കോടതിയിൽ കേസെത്തിയപ്പോൾ കോടതിയലക്ഷ്യ കേസിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിന് സമയം അനുവദിച്ചിരുന്നതാണ്. പക്ഷേ ഇന്നും സർക്കാർ ആ എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചില്ല. സത്യവാങ്മൂലം തയ്യാറായിട്ടില്ലെന്നും 2 ദിവസം കൂടി വേണമെന്നുമാണ് സർക്കാർ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത്. ആ സമയം ഇന്ന് കോടതി അനുവദിക്കുകയും ചെയ്തു. രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള വലിയ ബന്ധം അതുപയോഗിച്ചുകൊണ്ട് ഈ പ്രതികൾ ഈ വലിയ അഴിമതി കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.